എറണാകുളം വട്ടോളി വട്ട് കേസ് വിട്ടുകള വട്ടോളിയച്ഛൻ്റെ വാക്കുകൾ ഇന്നലെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിൽപ്പ് സമരത്തിന് പ്രസംഗിച്ചുകൊണ്ട് എറണാകുളത്തെ വട്ടോളിയച്ഛൻ പറഞ്ഞ ചില കാര്യങ്ങൾ. രാഷ്ട്രീയ പാർട്ടികൾക്ക് മാതൃക കൊടുക്കാനുള്ള സമരമാണ് എറണാകുളം അങ്കമാലി അതിരൂപത ചെയ്യുന്നത്. സാമുദായിക സംഘടനകൾക്ക്, നായന്മാരുടെ NSSഉം പിന്നെ ഈഴവരുടെ SNDPയും അങ്ങനെയുള്ള സാമുദായിക സംഘടനകൾക്ക് മാതൃക കൊടുക്കാനുള്ള സമരമാണ് ഞങ്ങൾ ചെയ്യുന്നത്. അടിമകളായ വൈദികരെ മോചിപ്പിക്കാനുള്ള സമരമാണിത്. ക്രിമിനൽ സംഘങ്ങളെ തുരത്താനുള്ള സമരമാണിത്. കാനൻ ലോ എന്ന സഭാ നിയമം വേണ്ടെന്ന് പറയാനുള്ള സമരമാണിത്. തോന്നിയാസം പോലെ കുർബാന ചൊല്ലാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള സമരമാണിത്. മെത്രാന്മാർ അനുസരിക്കില്ലെന്ന് പറയാനുള്ള സമരമാണിത്. കുർബാന ചൊല്ലില്ലടാ എന്ന് മെത്രാനോട് പറയാനുള്ള സമരമാണിത്. നിങ്ങൾക്ക് വീഡിയോ നിങ്ങൾ കണ്ടു കാണും, കേട്ട് കാണും. ഏകം മീഡിയയിൽ ഒരു 12,000 പേര് കണ്ടിട്ടുണ്ട് ഇന്ന് ഞാൻ ഇത് നോക്കുന്ന സമയത്ത്. ഈ വീഡിയോ അയച്ചു തന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലൊരു ഇടവക്കാരൻ ഇങ്ങനെ കുറിച്ചു, എന്നോട് ചോദിക്കുകയാണ്, ഇങ്ങനെ കുറിച്ചിട്ടു, ഇതാണ് ഞങ്ങളുടെ വട്ടോളി അച്ഛൻ, പിച്ചും പെയ്യും പറയുന്ന വട്ടോളി. ഇവന് ചുഴലിയാണോ അച്ഛ? ഞാൻ പറഞ്ഞു, വട്ടോളിയല്ലേ, വട്ട് കേസ് വിട്ടുകള. ഇനി ഞാൻ വട്ടോളിയച്ഛൻ്റെ വാക്കുകളിലേക്ക് വരാം. വലിയ വ്യാഖ്യാനം ആവശ്യമില്ല, നിങ്ങൾക്കല്ലാതെ തന്നെ മനസ്സിലാകും. എങ്കിലും എൻ്റേതായ ചില കമൻറ്റുകൾ ഞാൻ അതിനിടയ്ക്ക് പറയുന്നുണ്ട്. ഏത് പ്രസ്ഥാനത്തിനകത്താണ് ആ പ്രസ്ഥാനത്തിൻ്റെ പരമോന്നത നേതാവിനെതിരെ സമരം സംഘടിപ്പിക്കാൻ ആ പ്രസ്ഥാനത്തിലെ നേതാക്കൾ സമ്മതിക്കുന്നത്? നല്ല ചോദ്യം. ഏത് പ്രസ്ഥാനത്തിനകത്താണ് ആ പ്രസ്ഥാനത്തിൻ്റെ പരമോന്നത നേതാവിനെതിരെ സമരം സംഘടിപ്പിക്കാൻ ആ പ്രസ്ഥാന നേതാക്കൾ സമ്മതിക്കുന്നത്? കാര്യം മനസ്സിലായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് വട്ടോളിച്ചൻ തുടർന്ന് പറയുകയാണ്, CPMനകത്ത് അതിൻ്റെ സെക്രട്ടറിക്കെതിരെ സമരം ചെയ്യാൻ CPM സമ്മതിക്കുമോ? സമ്മതിക്കില്ല. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ സമരം ചെയ്യാൻ കോൺഗ്രസ് നേതാക്കൾ സമ്മതിക്കുമോ? ഇല്ല. അങ്ങനെ ഏത് പ്രസ്ഥാനമാണ്, ഏത് സംഘടനയാണ് അനുവദിക്കില്ല. അപ്പോൾ ലോകത്ത് നാട്ടു നടപ്പുള്ള കാര്യമല്ല എറണാകുളം അങ്കമാലി അതിരൂപത ചെയ്യണമെന്ന കാര്യം ബോധ്യമായി. ഒരു പ്രസ്ഥാനവും അതിൻ്റെ പരമോന്നത നേതാവിനെതിരെ സമരം ചെയ്യാൻ സമ്മതിക്കില്ല. അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ്, അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്, അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് കേരളത്തിലെ രാഷ്ട്രീയ സാമുദായിക സംഘടനകൾക്ക് മാതൃകയാക്കേണ്ടതായ അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് കേരളത്തിലെ രാഷ്ട്രീയ സാമുദായിക സംഘടനകൾ മാതൃകയാക്കേണ്ടതായ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സമരം. അതായത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സമരം അതിൻ്റെ പരമോന്നത നേതാവിനെതിരെയുള്ള സമരമാണ്. മറ്റൊരു പ്രസ്ഥാനത്തിലും അനുവദിക്കാത്ത കാര്യമാണ് സീറോ മലബാർ സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഈ കേൾക്കുന്നവർക്ക്? ലോകത്ത് ഒരു പ്രസ്ഥാനത്തിലും അനുവദിക്കാത്ത സംഗതിയാണ് ചെയ്യുന്നതെന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്കും വിമത വൈദികർക്കും അൽമായ മുന്നേറ്റക്കാർക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം എന്താണ്? ഒരു സംഘടനയ്ക്കകത്തും ഈ വകതിരിവില്ലാത്ത അച്ചടക്കരാഹിത്യം വെച്ച് പൊറിപ്പിക്കില്ല. പരമോന്നത നേതാവിനെതിരെ വഴിയിൽ കോലം കത്തിച്ചും കുപ്പി എറിഞ്ഞും സമരം ചെയ്യുക. അപ്പോൾ ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്കും സാമുദായിക സംഘടനകൾക്കും ഒരു മാതൃക കൊടുക്കുകയാണെന്നാണ് അവരുടെ അവകാശവാദം. അത് ലോകത്തെ ഒരു പ്രസ്ഥാനത്തിലും സമ്മതിക്കില്ല. ഞങ്ങളുടെ സഭയിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് വലിയ അഭിമാനത്തോടു കൂടിയാണ് ഈ തെമ്മാടിത്തരം ഈ വട്ടോളിയച്ഛനും അദ്ദേഹത്തിന് കൂടെയുള്ളവരും ന്യായീകരിക്കുന്നത്. കൂടെയുള്ള കേൾക്കുന്നവരും മുഴുവൻ ഈ നിൽപ്പ് സമരത്തിൽ നിൽക്കുന്ന അച്ഛന്മാരാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയക്കാർക്കും സാമുദായിക സംഘടനകൾക്കും മാതൃകയാക്കേണ്ടതായ ഒരു സമര ശൈലിയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടക്കുന്നത് എന്നാണ് വട്ടോളിയച്ഛൻ്റെ അവകാശവാദം. അതിന് തലയാട്ടാനായിട്ട് മുണ്ടാടനും മറ്റച്ഛന്മാരും. എന്നിട്ട് അദ്ദേഹം പറയാണ്, വട്ടോളിയച്ഛൻ പറയുക, ഈ സമരം നേതൃത്വത്തിൻ്റെ ധാർഷ്ട്യത്തിനെതിരെ, നേതൃത്വത്തിൻ്റെ അധികാര പ്രമത്തതയ്ക്കെതിരെ, നേതൃത്വത്തിൻ്റെ മനുഷ്യത്വരാഹിത്യത്തിനെതിരെ, നേതൃത്വത്തിൻ്റെ ക്രിസ്തുവിരുദ്ധതയ്ക്കെതിരെ, അതാണ് എറണാകുളം അങ്കമാലി അതിരൂപത സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തു ആയിരുന്നെങ്കിൽ പണ്ട് ചാട്ടപ്പാറ അടിച്ച് മേശകൾ മറച്ചിട്ട് ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞേനെ, ജെറുസലേം ദേവാലയത്തിലെ പോലെ. സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭയുടെ തലവന്മാരായ മെത്രാന്മാർക്ക് കർത്താവിനേക്കാൾ കൂടുതൽ കാരുണ്യം വന്നു.
സ്നേഹവാത്സല്യം വന്നു, കരുതൽ വന്നു എന്ന ഒറ്റ പ്രശ്നമേ ഉള്ളൂ. വട്ടോളിച്ചതിൻ്റെ വാക്കുകൾ തന്നെ കടമെടുത്ത് പറഞ്ഞാൽ, ഏത് പ്രസ്ഥാനത്തിലാണ് ഇത്രയും വൃത്തികെട്ട അച്ചടക്കരാഹിത്യം വെച്ച് പൊറപ്പിക്കുക? ഏത് പ്രസ്ഥാനത്തിൽ, ലോകത്തെ ഏത് പ്രസ്ഥാനത്തിലാണ് ഇത്രയും വൃത്തികെട്ട അച്ചടക്കരാഹിത്യം വെച്ച് പൊറപ്പിക്കുക? ഇത് അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ ഞാൻ എൻ്റെ ഇതിലൊന്നും പറഞ്ഞതാണ്. ലോകത്തെ ഏതെങ്കിലും പ്രസ്ഥാനത്തിൽ അനുവദിക്കുമോ ഇത് ഇത്രയും വലിയ അച്ചടക്കരാഹിത്യം? വീണ്ടും വട്ടവളിച്ചിൻ്റെ വാക്കുകൾ, നമ്മൾ സമരം ചെയ്യണം, ക്രിമിനൽ സംഘങ്ങൾ ഇവിടെ നിന്ന് പറപ്പിക്കണം. ആരാണ് ഈ ക്രിമിനൽ സംഘം എന്ന് പറയുന്നത്? അറിയാമോ? നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കൂരി അംഗങ്ങളെ. ഇങ്ങനെയൊക്കെ അവരെ സഹവൈദികരെ വിളിക്കാനായിട്ട് ഒരു മടി അവർക്കില്ല. ഒരാളെ ക്രിമിനൽ എന്ന് വിളിക്കണമെങ്കിൽ കോടതി ശിക്ഷിക്കണ്ടേ? കുറ്റാരോപിതത എന്ന് പറഞ്ഞാൽ പിന്നെ മനസ്സിലാക്കാം. ഇവർ ക്രിമിനൽ എന്നൊക്കെ വിളിക്കുന്നത്, അവർ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കൂരി അംഗങ്ങൾ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം. ഒരാളെ ക്രിമിനൽ എന്ന് വിളിക്കണമെങ്കിൽ കോടതി ശിക്ഷിക്കണം. എങ്കിൽ പോലും മര്യാദയുടെ ഭാഷയിൽ അല്ലേ കുറ്റവാളി എന്ന് വിളിക്കാനൊന്നും പാടില്ല. കോടതി ശിക്ഷിച്ചാൽ പോലും കുറ്റം ചെയ്തെന്ന് ഉണ്ടാവുമെന്ന് ഉറപ്പില്ലല്ലോ. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിധി പ്രസ്താവിക്കുന്നല്ലേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നു മാനനഷ്ടത്തിന് കേസ് കൊടുക്കണമെങ്കിൽ തോന്നണേ ഈ എറണാകുളം അങ്കമാലി കൂരിയയിലെ അംഗങ്ങളെ ക്രിമിനൽസ് എന്ന് വിളിക്കുക. എന്തൊരു തോന്നിയാസാണത്! അതല്ലേ ധാർഷ്ട്യം? കുറ്റം തെളിയാത്ത ആളുകളെ ക്രിമിനൽ എന്ന് വിളിക്കുന്ന വട്ടോളിയച്ചൻ്റെയും വിമത വൈദികരുടെയും അതല്ലേ അധികാരത്തിന്റെ ധാർഷ്ട്യം, പണത്തിന്റെ ധാർഷ്ട്യം? ക്രിമിനൽ സംഘങ്ങൾ ഇവിടെ നിന്ന് പറപ്പിക്കണം, ഒരു സംശയമില്ല. ഇക്കാര്യത്തിൽ ഏത് വിധേനയും നാം അത് ചെയ്തിരിക്കും. ഏത് വിധേനയും. അത് നല്ല വാക്കാ. കാരണം എന്താ അല്ലേ? മാർഗം എന്തായാലും ലക്ഷ്യം ഞാൻ കണ്ടിരിക്കും. വളരെ വൃത്തികെട്ട ഒരു പരിപാടി അത്. ലക്ഷ്യവും മാർഗവും ശുദ്ധമായിരിക്കണം, ധാർമ്മികമായിരിക്കണം. അതിന് പകരം ഏത് വിധേനയും. ഞങ്ങൾക്കറിയാതെ ഇല്ലാത്തൊരു ഭൂമി കുംഭകോണ കേസ് നിങ്ങൾ ഉണ്ടാക്കി, വ്യാജരേഖ ചമച്ചു, കുപ്പിയെറിഞ്ഞു, കോലം കത്തിച്ചു, ആഭിചാര കുർബാന ചൊല്ലി, അതിക്രമിച്ച് കയറി കത്തീഡ്രൽ ബസിലിക്കയിൽ എന്തെല്ലാം കോപ്രായങ്ങൾ നിങ്ങളെ കാട്ടിയിരിക്കുന്നത്. നിങ്ങൾ ഏതറ്റം വരെയും പോകുന്നു ഞങ്ങൾക്ക് നല്ല അർത്ഥം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. വട്ടോളീച്ചനും വിമത വൈദ്യരും ഏതറ്റം വരെ പോകുന്നു ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഏതിൻ്റെ അറ്റം? സ്നേഹത്തിൻ്റെ അറ്റമല്ല, പൈശാചികതയുടെ ഏതറ്റം വരെയും നിങ്ങൾ പോകും. കാരണം നിങ്ങൾ ക്രിസ്തുവിൻ്റെ ആളുകളല്ല. നിങ്ങൾ ക്രിസ്തുവിൻ്റെ ആളുകളല്ല. ക്രിസ്തു വിരുദ്ധതയ്ക്കെതിരെയല്ല നിങ്ങൾ ചെയ്യുന്നത്, മറിച്ച് നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. തീർന്നില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് വീണ്ടും പോവുകയാണ് വട്ടോളിയച്ചൻ്റെ. അതോടൊപ്പം തന്നെ നമ്മൾ പിന്നിൽ നിൽക്കുന്ന ജനം, അപ്പോൾ പിന്നിലായ, മുമ്പിലായിരുന്നല്ലോ എത്ര നാളും. സമരത്തിൽ പിന്നിലാണ്, കുർബാനയ്ക്ക് മുമ്പിലാണ്. അങ്ങനെയാണ് നമ്മുടെ പിമ്പിൽ നിൽക്കുന്ന ജനം. 99% വരുന്ന ജനം, അതുപോലെ 99% വരുന്ന വൈദികരെ അടിമകളാക്കി വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റമുണ്ട്, ഒരു വ്യവസ്ഥതയുണ്ട്. ഇവരെ ചോദ്യം ചെയ്താൽ, കോടതിയിൽ ചോദ്യം ചെയ്താൽ, നിങ്ങളെ അടിമയായി നിൽക്കുന്ന നിങ്ങളെ ഞങ്ങൾ പുറത്താക്കുമെന്ന ഒരു നയമുണ്ടല്ലോ. ആ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാനാണ് ഈ സമരം. അപ്പോൾ മുണ്ടാടൻ അടക്കമുള്ള മറ്റുള്ളവർക്ക് ഇങ്ങനെ കൈയടിച്ചു. ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങളെ പുറത്താക്കൂ. അപ്പോഴും കൈയടിച്ചു. വല്ല വിവരമുണ്ടോ? എന്തായി പറയണമെന്ന് അറിയോ? ഒരു മെത്രാനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയുള്ള സമരമാണിത്. എന്താണ് ഇവിടുത്തെ അവസ്ഥ? 90% വരുന്ന ജനങ്ങൾക്കും വൈദികർക്കും കന്യാസ്ത്രീകൾക്കും ഈ വ്യവസ്ഥയിൽ എന്താണ് അവരുടെ അധികാരം, എന്താണ് അവരുടെ അവകാശം? അതുകൊണ്ട് നമ്മൾ പറയണം, കാനണിലോ അല്ല, കോൺസ്റ്റിറ്റ്യൂഷനാണ് ഞങ്ങൾക്ക് പ്രധാനപ്പെട്ടത്. ഈ കോൺസ്റ്റിറ്റ്യൂഷന് കീഴിൽ ഈ ജനങ്ങൾക്കും ഞങ്ങൾക്കും അധികാരമുള്ളൊരു വ്യവസ്ഥ ഉണ്ടാക്കണമെന്ന് പറയുന്നിടത്താണ് നമ്മുടെ സമരം. ഏത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണോ എന്ന് അറിഞ്ഞുകൂടാ. ഈ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഞങ്ങൾക്കും ജനങ്ങൾക്കും അധികാരമുള്ളൊരു വ്യവസ്ഥ ഉണ്ടാക്കണം. ഇതൊന്ന് പരിശോധിക്കേണ്ടതാണ് ഈ നിയമവിദഗ്ധരൊക്കെ. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ കുന്തം കുടച്ചക്രം എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് സജി ചെറിയാൻ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നത്. ഈ കോൺസ്റ്റിറ്റ്യൂഷനാണ് പ്രധാനപ്പെട്ടത്, കാനണിലോ അല്ല, സഭാ നിയമം അല്ല. കോൺസ്റ്റിറ്റ്യൂഷൻ, ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ പറയാത്തത് കൊണ്ട് ഭാഗ്യം. കോൺസ്റ്റിറ്റ്യൂഷനാണ് ഞങ്ങൾക്ക് പ്രധാനപ്പെട്ടത്. ഈ കോൺസ്റ്റിറ്റ്യൂഷന് കീഴിൽ ഈ ജനങ്ങൾക്കും ഞങ്ങൾക്കും അധികാരമുള്ളൊരു വ്യവസ്ഥ ഉണ്ടാക്കണമെന്ന് പറയുന്നിടത്താണ് നമ്മുടെ സമരം.
അപ്പോൾ ഈ സമരം മെത്രാസന മന്ദിരത്തിൻ്റെ മുന്നിലാണോ വേണ്ടത്? കളക്ടറേറ്റിന് മുമ്പിലല്ലേ വേണ്ടത്? കളക്ടർ മുമ്പിലല്ലേ വേണ്ടത്? ഈ സമരം കളക്ടറേറ്റിലോ അല്ലെങ്കിൽ നിയമസഭാ മന്ദിരത്തിന് മുകളിലോ പാർലമെൻറ്റ് മുമ്പിലോ വേണ്ടത്. കാരണം കാനൺ ലോ അല്ല നമുക്ക് വേണ്ടത്. കോൺസ്റ്റിറ്റ്യൂഷന് കീഴിൽ, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കീഴിൽ ഞങ്ങൾക്കും ജനങ്ങൾക്കും അധികാരമുള്ള വ്യവസ്ഥിതി ഉണ്ടാക്കണമെന്ന് പറയുന്നിടത്താണ് ഈ സമരം. കാനൺ ലോ അല്ല വേണ്ടെന്ന് പറയണു, ഭരണഘടനയ്ക്കുള്ളിലാണ് അധികാരം വേണ്ടെന്ന് പറയണു. അങ്ങനെയാണെങ്കിൽ സമരം വേണ്ടത് മെത്രാസന മന്ദിരത്തിന് മുമ്പിലാണോ? നിയമസഭയുടെയോ പാർലമെന്റിന്റെയോ കളക്ടറേറ്റിന് മുമ്പിലല്ലേ വേണ്ടത്? അതാ നല്ലത്. വട്ടോളിച്ചൻ പിന്നെ അങ്ങനത്തെ വേഷത്തിൽ വന്നിരിക്കുന്നതും. അപ്പോൾ കളക്ടറേറ്റ് ധർണ അല്ലെങ്കിൽ നിയമസഭ കവാടത്തിലുള്ള സമരത്തിലുള്ള തയ്യാറെടുപ്പിലാണ് വട്ടോളിച്ചൻ വന്നിരിക്കുന്നതും. അങ്ങനെ തന്നെ നടക്കട്ടെ. ഇത് കൊടുങ്കാറ്റായി പരിണമിക്കണം. വരും കൊടുങ്കാറ്റ് വരും. ആ ലോഹയൊക്കെ ഒന്ന് ഒതുക്കി പിടിച്ചോട്ടോ, കൊടുങ്കാറ്റ് വന്ന് എല്ലാം കൂടി പൊങ്ങിപ്പോവും. കൊടുങ്കാറ്റാണ് നമ്മുടെ സമരം. കാണാം, കൊടുങ്കാറ്റാണ് ഇത്. ഈ സമൂഹത്തെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനാണ് ഈ സമരം. അത് നന്നായി. ജനങ്ങൾക്ക് അതിലും കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല. കൊടുങ്കാറ്റാണെന്ന് പറഞ്ഞിട്ടും കൊടുങ്കാറ്റ് ഊതണില്ല. പിന്നെ ഈ കോൺസ്റ്റിറ്റ്യൂഷനുള്ളിൽ ജനങ്ങൾക്കും ഞങ്ങൾക്കും അധികാരം വേണമെന്ന് പറഞ്ഞ കാര്യമൊന്നും ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെന്ന കാര്യം വട്ടോളിച്ചന് മനസ്സിലായി. അതുകൊണ്ട് ഇത് ഈ സമൂഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. പരമോന്നത നേതൃത്വത്തിനെതിരെ ഏത് പ്രസ്ഥാനത്തിനുള്ളിലും സമരം ചെയ്യാനുള്ള വ്യവസ്ഥിതി ഉണ്ടാക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്നാണ് വട്ടോളിച്ചൻ പറയണേ. അപ്പോൾ CPM ഭരണഘടന എടുത്തിട്ട് അതിനകത്ത് പിണറായി വിജയനെതിരെ CPM സെക്രട്ടറിക്കെതിരെ സമരം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കണം. കത്തോലിക്ക സഭയിൽ മാർപ്പാപ്പയ്ക്കെതിരെ സമരം ചെയ്യാം, കർത്താവിശംസയ്ക്കെതിരെ സമരം ചെയ്യാം, മാർപ്പാപ്പയ്ക്കെതിരെ സമരം ചെയ്യാം എന്നെല്ലാം എഴുതി വെക്കണം. ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കെതിരെ സമരം ചെയ്യാമെന്ന് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി വെക്കണം. പിന്നെ BJP പാർട്ടിക്കകത്ത് അതിൻ്റെ നേതൃത്വത്തിനെതിരെ, പരമോന്നത നേതൃത്വത്തിനെതിരെ സമരം ചെയ്യാനായിട്ട് അംഗങ്ങൾക്ക് അവകാശമുണ്ടെന്ന് എഴുതി വെക്കണം. ഇതൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ NSSൻ്റെ അകത്ത് എഴുതി വെക്കണം സെക്രട്ടറിക്കെതിരെ സമരം ചെയ്യാനായിട്ടുള്ള അവകാശം. SNDP യോഗം പ്രസിഡന്റിൻ്റെ എതിരെ അല്ലെങ്കിൽ സെക്രട്ടറിക്കെതിരെ സമരം ചെയ്യാനുള്ള അവകാശം അവരുടെ സാമുദായിക സംഘടനയിൽ വേണം. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് സമരം ചെയ്യുന്നതാണ് വട്ടോളിച്ചൻ പറയണേ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അവസാനം വരുമ്പോൾ അത് കുറച്ചും കൂടി വ്യക്തമാകുന്നുണ്ട്. ഇത് കുർബാനിൽ അങ്ങോട്ട് തിരിയണോ ഇങ്ങോട്ട് തിരിയണോ എന്നൊരു വിഷയമല്ല. ശീർഷാസനത്തിലും കുർബാനയാകാം. ഞാൻ എൻ്റെ പള്ളി പറഞ്ഞു, ശീർഷാസനത്തിൽ നിന്ന് ഞങ്ങൾ ചിലപ്പോൾ കുർബാന ചൊല്ലും. ഞങ്ങളാണ് തീരുമാനിക്കുന്നത്, മെത്രാനല്ല. മെത്രാൻ തോക്ക് ചൂണ്ടി ലാത്തി കാണിച്ച് ചൊല്ലടാ എന്ന് പറഞ്ഞാൽ ചൊല്ലാൻ സൗകര്യമില്ലെന്ന് ഞങ്ങൾ പറയും. അപ്പോൾ മുണ്ടാടനത്തിന് അടക്കമുള്ളവർ കൈയടിച്ചു. എന്തൊരു മണ്ടന്മാരാണ് ഈ ചുറ്റും നിൽക്കുന്നത്. അല്ല, ഒരു മണ്ടന്മാർ മനുഷ്യനാണ് ദൈവം എന്ന കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം കൊണ്ട് നടക്കുന്ന മുണ്ടാടനത്തിനും കൂടെയുള്ളവരും കൈയടിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അവർക്ക് കർത്താവിശംസ പറഞ്ഞ സ്വർഗരാജ്യമൊന്നും വേണ്ട. മനുഷ്യനാണ് ദൈവം എന്നുള്ളതാണ് അവരുടെ പോയിന്റ്. ദൈവമില്ല, മനുഷ്യനാണ് ദൈവം. ഉണ്ടെങ്കിൽ തന്നെ മനുഷ്യനാണ് ദൈവം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന പാഷാണ്ഡത, വേദവിപരീതം പഠിപ്പിക്കുന്ന മുണ്ടാടനച്ചനും മറ്റുള്ള മണ്ടന്മാരും കൈയടിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഈ കുർബാനയെക്കുറിച്ച് ശീർഷാസന കുർബാനയ്ക്ക് ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിൽ പോകുന്നില്ല. നോക്കുക, മെത്രാനല്ല, മെത്രാൻ തോക്ക് ചൂണ്ടി ലാത്തി കാണിച്ച് ചൊല്ലടാ എന്ന് പറഞ്ഞാൽ ചൊല്ലാൻ സൗകര്യമില്ലെന്ന് പറയും. ഏത് മെത്രാനാണ് അപ്പോൾ തോക്ക് ചൂണ്ടി ലാത്തി കാണിച്ചൊക്കെ അങ്ങനെ വല്ല കാണിച്ചോ? എനിക്ക് അറിഞ്ഞുകൂടാ. മെത്രാൻ തോക്ക് ചൂണ്ടി കുർബാന ചൊല്ലാനായിട്ട് പറയുമോ? ലാത്തി കാണിച്ച് കുർബാന എല്ലാം പറയുമോ? അങ്ങനെയൊക്കെയാണോ വട്ടോളിച്ചൻ പറയണേ? വട്ടായി പോയാവോ? ഞങ്ങൾ തീരുമാനിക്കുന്ന സമയത്ത്, ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട സമയത്ത് ഞങ്ങൾ വിചാരിക്കുന്ന കുർബാന ചൊല്ലും. ഇത് ഞങ്ങളുടെ അവകാശമാണ്, ഞങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്, ഭരണഘടനാപരമായ അവകാശം. കാനൺ ലോ നൽകുന്ന റൈറ്റ് അല്ല, സഭാ നിയമം നൽകുന്ന അവകാശമല്ല. കാനൺ ലോ എന്ന് പറയുന്നത് മെത്രാൻ്റെ തറവാട്ട് കാര്യമാണ്. അത് മാറ്റണം. അതുകൊണ്ട് ഈ അവകാശം സ്ഥാപിക്കാനുള്ള സമരമാണ് ഞങ്ങൾ നടത്തുന്നത്. ഇത് കുർബാന വിഷയം പരിഹരിക്കാനോ അല്ലെങ്കിൽ ഭൂമി കച്ചവടത്തിൽ നഷ്ടപ്പെട്ട കുറച്ച് ഭൂമിയോ പണമോ തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള സമരമല്ല. അത് പറഞ്ഞ് നന്നായി. ഏതായാലും ഇത് കുർബാന വിഷയം പരിഹരിക്കാനുള്ള സമരമല്ല, അത് ഗംഭീരായി. ഇത് ഭൂമി കച്ചവടത്തിൽ നഷ്ടപ്പെട്ട കുറച്ച് ഭൂമിയോ പണമോ തിരിച്ചു പിടിക്കാനുള്ള സമരമല്ല. അതൊക്കെ പൊളിഞ്ഞുന്ന കാര്യം ഉറപ്പായി. പിന്നെ എന്തിനാണ് ഭരണഘടനാപരമായിട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്കും കുറച്ച് അൽമായ മുന്നേറ്റക്കാർക്കും എന്തോ പരമോന്നത അധികാരത്തിനെതിരെ സമരം ചെയ്യാനുള്ള അവകാശം ഭരണഘടനയിൽ എഴുതി കിട്ടാനുള്ള സമരമാണ്. അത്രയും ആശ്വാസമായി. അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അത് കളക്ടറേറ്റിൻ്റെ മുമ്പിലോ നിയമസഭയുടെ മുമ്പിലോ പാർലമെൻറ്റ് മുമ്പിലോ നടത്തേണ്ട സമരം അബദ്ധവശാൽ മെത്രാസന മന്ദിരത്തിന് മുമ്പിലായിപ്പോയി.
കാനൻ ലോ അനുസരിച്ചുള്ളതാണെങ്കിൽ ഓക്കെ, മെത്രാസന മന്ദിരത്തിന് മുമ്പിലാണ് വേണ്ടത്, സഭാനിയമം അനുസരിച്ചുള്ളതാണെങ്കിൽ. ഇന്ത്യൻ ഭരണഘടനയിൽ പരമോന്നത നേതൃത്വത്തിന് സമരം ചെയ്യാനായിട്ടുള്ള വകുപ്പ് എഴുതി കിട്ടാൻ വേണ്ടിയുള്ള സമരമാണ് ഇത്. കുർബാന വിഷയമല്ല. ഭൂമി കച്ചവടത്തിൻ്റെ പ്രശ്നവുമില്ല. അതൊക്കെ ആ ആരോപണങ്ങൾക്ക് പൊട്ടിപ്പൊളിഞ്ഞു. ഇനിയിപ്പോൾ അതിന് പേര് സമരം ചെയ്ത ഒരു പട്ടിക്കുഞ്ഞും വരില്ല. നിങ്ങൾ കേട്ടിട്ട് എന്ത് തോന്നുന്നു? ഈ വട്ടോളിയച്ഛൻ്റെ ഈ വട്ടും ഇല്ലേ, എന്ത് തോന്നുന്നു? ആരെങ്കിലും തന്നെ അവരോട് ആഭിമുഖ്യം ഉണ്ടായിരുന്നെങ്കിൽ അതുകൂടി ഇല്ലാണ്ടാവില്ലേ? ഇത്രയും ഭ്രാന്ത് പറയുന്നത്. ഞാൻ ആവർത്തിക്കുകയാണ്, സഭാ നേതൃത്വം ഇപ്പം നടപടികൾ എടുക്കുന്നുണ്ട്. പക്ഷെ ഇത്രയും ചെറിയ ചെറിയ നടപടികളോട് പോയാൽ പോരെന്നാണ് എൻ്റെ വിശ്വാസം. സീറോ മലബാർ സഭ എന്ന സുറിയാനി കത്തോലിക്ക സഭ മൊത്തത്തിൽ ഉൾച്ചേരുന്ന ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് വേണ്ടത്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ അത് വേണ്ടപ്പെട്ടൊരു ചോദിച്ചാലേ പറയാൻ പറ്റുള്ളൂ. ഇവരുടെ തോന്നിവാസത്തിനെതിരെ ശക്തമായ നടപടികൾ എടുക്കാൻ സഭയ്ക്ക് സാധിക്കണം. ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകരുത്. നടപടി എടുക്കാൻ നമുക്ക് കഴിയും. അതിന് വിശദാംശങ്ങൾ എനിക്ക് വെളിപ്പെടുത്താൻ എനിക്ക് കഴിയില്ല. ചുരുക്കത്തിൽ ഇത്തരം ഭ്രാന്ത് വിളിച്ചോതുന്ന സഭാ നിയമം വേണ്ട, മെത്രാന്മാർ വേണ്ട, ഞങ്ങളങ്ങ് തീരുമാനിക്കാം, ഞങ്ങളുടെ കാര്യമാണിത് എന്ന് പറയുന്ന, കുർബാന ഇതുപോലെ അവഹേളിക്കുന്ന, ദൈവിക സംവിധാനമായി ലിറ്റർജി ഇത്രമാത്രം അവഹേളിക്കുന്ന ഇവരെ സഭയ്ക്കകത്ത് വെച്ച് പൊറുപ്പിക്കാൻ പാടില്ല. ആരും പുറത്താക്കിയിട്ട് എനിക്ക് ആനന്ദമുണ്ടാക്കാൻ വേണ്ടി പറയുന്നതല്ല. പക്ഷെ കർത്താവിൻ്റെ സഭയെ ഇതുപോലെ കീറി മുറിക്കാൻ അനുവദിക്കരുത്. തെരുവിലിങ്ങനെ വലിച്ചു കീറി സഭയെ നഗ്നമാക്കാൻ അനുവദിക്കരുത്. മെത്രാന്മാർ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഇതിന് മറുപടി പറയണം. മെത്രാന്മാർ കേൾക്കുന്നുണ്ടെങ്കിൽ ഇതിന് മറുപടി പറയണം. ഇങ്ങനെ സഭാ നേതൃത്വം പരസ്യമായി വെല്ലുവിളിക്കുന്ന, ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങൾ പുറത്താക്കുമെന്ന് പറയുന്നവരെ പുറത്താക്കുക തന്നെ വേണം. പുറത്താക്കൽ സംവിധാനങ്ങൾ നമുക്കുണ്ട്. ഞാൻ ആവർത്തിക്കുകയാണ്, ഇതൊരു രൂപതയുടെ മാത്രം പ്രശ്നമല്ല. എറണാകുളം അങ്കമാലി രൂപതയുടെ പ്രശ്നമല്ല ഇത് കത്തോലിക്ക സഭയുടെ പ്രശ്നമാണ്, ക്രിസ്തു ധർമ്മത്തിൻ്റെ പ്രശ്നമാണ്. ഇതിന് വളം വെച്ച് കൊടുത്താൽ ഇത്രയും വൃത്തികെട്ട അച്ചടക്കമില്ലായ്മ അതിന് വളം വെച്ച് കൊടുക്കുന്നത് ഏത് സംഘടനകൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും മാതൃക കൊടുക്കാൻ വേണ്ടിയാന്ന് പറഞ്ഞാലും അവരാരും മാതൃക സ്വീകരിക്കില്ലെന്ന് മാത്രമല്ല, ഇത് അരാജകത്വമാണ്. അരാജകത്വം, അനാർക്കി എന്ന് പറയില്ലേ, അരാജകത്വം. ഒരു നേതൃത്വത്തെയും സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ അരാജകത്വം, വിമോചന ദൈവശാസ്ത്രത്തിലെ അരാജകത്വമാണിത്. ആ അരാജകത്വത്തിന് നമ്മൾ വളം വെച്ച് കൊടുത്തുകൂടാ. സഭയും രാഷ്ട്രവും ദേശരാഷ്ട്രവും ചെയ്തുകൂടാ. അതിനാൽ ഇതിന് ബന്ധപ്പെട്ടവർ അത് മനസ്സിലാക്കുമെന്നും നടപടികൾ എടുക്കുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. കർത്താവ് അവരെ മാനസാന്തരപ്പെടുത്തട്ടെ. നമ്മുടെ സഭാ നേതൃത്വത്തിന് ശക്തിയും കരുത്തും കൊടുക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.